നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. യുകെയിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിസയുമായിട്ട് ബന്ധപ്പെട്ട മലയാളികൾ മാത്രമല്ല, യുകെയിലേക്ക് കുടിയേറിയ എല്ലാവരെയും സംബന്ധിച്ചപ്പോൾ വിസയിൽ നിൽക്കുന്ന എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണ് ഈ വിസ. നമുക്കെല്ലാം അറിയാമല്ലോ, നമുക്കെല്ലാം ഇവിടെ യുകെയിൽ വിസയിൽ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ BRP കാർഡുകളുണ്ട്, ബയോമെട്രിക് റെസിഡൻസ് പെർമനൻറ്റ് കാർഡുകൾ. അതുപോലെ പെർമനൻറ്റ് റെസിഡൻസ് ആയവർക്കും അങ്ങനെയുള്ളൊരു കാർഡാണ് ഉള്ളത്. ആ കാർഡിലെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് 31-ാം തീയതിയാണ്. ഡിസംബർ 31-ാം തീയതി അതിൻ്റെ എല്ലാം കാലാവധി കഴിയുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ BRP കാർഡുകളെ മാറ്റി അതിന് പകരം ഇ വിസ എന്നൊരു സമ്പ്രദായത്തിലേക്ക് മാറുകയാണ്. ഇ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫിസിക്കൽ ഡോക്യുമെൻ്റ് ഇല്ല, എല്ലാം ഓൺലൈനായിട്ട് കാണുന്ന രീതിയിലുള്ളത്. യുകെയിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം 40 ലക്ഷത്തോളം പേരാണ് ബയോമെട്രിക് റെസിഡൻസ് കാർഡുകൾ ഉള്ളവർ. ഇപ്പോൾ ഗവൺമെൻറ് അറിയിച്ചത് 31-ാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവരും ഇ വിസയിലേക്ക് മാറണമെന്നാണ്. ഇപ്പോൾ ഇന്ന് വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇതുവരെ ഏകദേശം 30 ലക്ഷത്തോളം പേര് മാത്രമേ ഈ വിസയിലേക്ക് മാറിയിട്ടുള്ളൂ. ബാക്കി 10 ലക്ഷം പേർക്ക് ഇതുവരെ ഈ വിസയിലേക്ക് മാറാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ യുകെയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഡിസംബർ 31-ന് ശേഷം നമ്മൾ യുകെയിലെ റൈറ്റ് ടു വർക്ക് കാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ റൈറ്റ് ടു റെൻറ്റ് കാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിദേശ രാജ്യത്ത് നിന്ന് യുകെയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ബയോമെട്രിക് കാർഡുകൾ യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അതിൻ്റെ കാലാവധി കഴിയുകയാണ്. പുതിയ ഇ വിസയിലേക്ക് നമ്മൾ മാറേണ്ടതാണ്. അങ്ങനെ ഇ വിസയിലേക്ക് മാറിയവർക്ക് അവരുടെ റൈറ്റ് വർക്കും ഇമിഗ്രേഷൻ സ്റ്റാറ്റസും എല്ലാം അത് ഓൺലൈൻ വഴി തന്നെ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ മാറ്റാൻ സാധിക്കാത്തവർ ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചധികം ആൾക്കാർക്ക് അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ തെറ്റായ രീതിയിൽ സർനെയിമോ അല്ലെങ്കിൽ ഗിവൺ നെയിമോ കൊടുത്തത് കൊണ്ട് ഈ വിസ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്തവരുണ്ട്. അതല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മൂലം ഈ വിസ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, നേരത്തെ BRP കാർഡിന് മുമ്പ് യുകെയിൽ എത്തിയവർക്ക് പെർമനൻറ്റ് റെസിഡൻസി കിട്ടുമ്പോൾ അവരുടെ പാസ്പോർട്ടിൽ തന്നെ പെർമനൻറ്റ് റെസിഡൻസി സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അന്നേരം അവർക്കുമൊക്കെ ഇങ്ങനെ ഈ വിസയിലേക്ക് മാറുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് UK ഗവൺമെൻറ് അവർ ഈ വിസയിലേക്ക് നമുക്ക് മാറാനുള്ള സമയം നേരത്തെ അവർ പറഞ്ഞിരുന്നത് 31-ാം തീയതിക്കുള്ളിൽ മാറണമെന്നായിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്ത് മാർച്ച് 31 വരെ ആക്കിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യത്ത് നിന്ന് യുകെയിലേക്ക് വരണമെങ്കിലും നമ്മുടെ BRP കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ 31-ാം തീയതി എക്സ്പയർ ആയ BRP കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ യുകെയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നതാണ്. അന്നേരം അതൊരു സമാധാനം പരുന്ന ഒരു വാർത്തയാണ്. കാരണം ഒരുപാട് പേര് ക്രിസ്മസിനൊക്കെ നാട്ടിൽ പോയിട്ട് ജനുവരിയിൽ വരുമ്പോൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഈ ഒരു വാർത്ത ഒരു നല്ല വാർത്ത തന്നെയാണ്. അതിന് പ്രത്യേകം ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകൾ, BRP കാർഡുകൾ അത് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിലും അതൊരു കാരണവശാലും നിങ്ങൾ അത് തിരിച്ചയച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയേണ്ട, നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കാൻ ഇപ്പോൾ UK ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. അന്നേരം അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇ വിസ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ BRP കാർഡ് എക്സ്പയർ ആയതാണെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പാസ്പോർട്ട് ആഡ് ചെയ്യുക. പ്രത്യേകം ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ UKV അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. പ്രത്യേകിച്ച് സർനെയിമും ഗിവൺ നെയിമും പ്രത്യേകം ഇല്ലാത്തവർ. കുറച്ചധികം പേർക്ക് ഇപ്പോൾ ഗിവൺ നെയിം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ വിസയ്ക്ക് വേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ സർനെയിമും ഗിവൺ നെയിമും ഇല്ല, പക്ഷേ നിങ്ങൾ ഗിവൺ നെയിമും സർനെയിമും പ്രത്യേകം കൊടുത്ത് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ പലപ്പോഴും അത് ഈ വിസയ്ക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. ഈ വിസ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ BRP കാർഡ് സ്കാൻ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് എറർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങളുടെ ഗിവൺ നെയിമും സർനെയിമും പ്രത്യേകം കൊടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് സർനെയിം പ്രത്യേകം ഇല്ലെങ്കിൽ അതിലൊരു ഓപ്ഷൻ ഉണ്ട് കൊടുക്കാനായിട്ട്. താഴെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ഡോണ്ട് ഹാവ് ഗിവൺ നെയിം ആൻഡ് സർനെയിം സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് ഒറ്റ കോളത്തിൽ തന്നെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അന്നേരം അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അന്നേരം ഈ വിസയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ അത് ശരിയായിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ UKVAക്ക് കോൺടാക്റ്റ് ചെയ്യുക. നമുക്കത് എറർ ഉള്ളവർക്ക് ആ എറർ മാറ്റുന്നതിനുള്ള ഓപ്ഷനും ഉണ്ട്. അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ പലർക്കും അവരുടെ ഇപ്പോൾ ഡിപ്പെൻഡ് വിസ ആണെങ്കിൽ സ്കിൽഡ് വർക്കർ വിസ എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സ്കിൽഡ് വർക്കറിന് ഡിപ്പെൻഡ് ഒക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം നിങ്ങളെല്ലാവരും ഹോം ഓഫീസിനെ കോൺടാക്ട് ചെയ്താൽ, ഓൺലൈൻ വഴി കോൺടാക്ട് ചെയ്താൽ അവരത് റെക്ടിഫൈ ചെയ്ത് തരുന്നതാണ്. അന്നേരം ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ചുകൂടെ സമയം 3 മാസം കൂടെ അവർ തന്നിട്ടുണ്ട്. ആ 3 മാസത്തിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് നമുക്ക് നോർമലായിട്ട് മാറാനുള്ള ശ്രമം നടത്തുക. കാരണം ഈ വിസ എടുത്ത് ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നവർ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഇതുവരെ ഈ വിസ ക്രിയേറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ BRP കാർഡ് യൂസ് ചെയ്യുക. അതല്ല, നിങ്ങളുടെ ഈ വിസ നിങ്ങൾ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. റൈറ്റ് വർക്കും ഇമിഗ്രേഷൻ സ്റ്റാറ്റസിൻ്റെയൊക്കെ ഒരു ഷെയർ കോഡ് എടുത്ത് വെച്ചേക്കുക. അന്നേരം ആ ഷെയർ കോഡുകൾ നമ്മളിപ്പോൾ എയർപോർട്ടിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കത് ചെക്ക് ചെയ്ത് നമ്മളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടും നിങ്ങളുടെ ഈ വിസയിൽ ആഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുക.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കത്ര സന്തോഷം വരുന്ന ഒരു വാർത്തയല്ല. ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് യുകെയിൽ യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക വളർച്ചയും കാണിച്ചില്ല എന്നാണ് പറയുന്നത്. യുകെ ഒരു റിസഷനിലേക്ക് പോകാനുള്ള ചാൻസാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ മാസവും നമ്മൾ കണ്ടിരുന്നു ഇൻഫ്ലേഷൻ 2.6ലേക്ക് ഉയർന്നത്. അന്നേരം ഇങ്ങനെ ഈ സാമ്പത്തിക വളർച്ച യുകെയിൽ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ അവസാനമൊക്കെ ആണെങ്കിൽ ഋഷി സുനകിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഈ G7 കൺട്രികളിൽ ഏറ്റവും ഉയർന്നു നിന്നതായിരുന്നു യുകെയുടെ എക്കണോമി. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഗ്രോത്തും ഇല്ലാത്ത രീതിയിലാണ് ലാസ്റ്റ് 3 മന്ത്സും ലാസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വാർത്തയല്ല. കാരണം യുകെയുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ടില്ലെങ്കിൽ ഇവിടെയുള്ള ജോലി സാധ്യതകൾ കുറയും. ജോലി സാധ്യത കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യുകെയിലേക്ക് വന്നവർക്ക് നല്ലൊരു ജോലി കിട്ടുന്നതിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. നമ്മുടെ വരുമാനത്തെ അത് ശക്തമായിട്ട് ബാധിക്കും. ഇപ്പോൾ ഈ പ്രതിസന്ധി എല്ലാം ലേബർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളുടെ ഫലമായിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ നേതൃത്വത്തിന പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന നിയമമാറ്റങ്ങളുടെ ഫലം കാണണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് കഴിഞ്ഞ 14 വർഷം കൺസർവേറ്റീവ് മന്ത്രിസഭ ഇവിടെ കൊണ്ടുവന്ന നിയമങ്ങളുടെ എല്ലാം പരിണത ഫലമായിട്ട് വന്ന പ്രശ്നങ്ങൾ തീർക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷേ അവർ യുകെയെ തിരിച്ചൊരു സാമ്പത്തിക ശക്തിയായിട്ട് തന്നെ കൊണ്ടുവരും എന്നാണ് അവർ പറയുന്നത്. കാരണം നമുക്ക് അത് നല്ലപോലെ മുമ്പോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊന്നും യുകെയുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തോട്ട് വരുന്ന റിപ്പോർട്ടുകളൊന്നും അത്ര ശുഭകരമായ വാർത്തകളല്ല. കഴിഞ്ഞ ആഴ്ച ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റും അവർ ആ 4.75 തന്നെ നിർത്തി. നേരത്തെ അത് 2 പ്രാവശ്യം കുറച്ചിരുന്നു. പക്ഷേ യുകെയുടെ സാമ്പത്തിക നില മെച്ചമാകാത്തത് കൊണ്ട് തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റ് ആ 4.75 തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുകെയിലെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാമല്ലോ യുകെയിലെ ഡ്രൈവിംഗ് ലൈസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പലയിടത്തും 6 മാസം തൊട്ട് 1 വർഷം വരെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. നമുക്കറിയാം ഇവിടെ വന്ന് ആദ്യം നമ്മൾ എടുക്കേണ്ടത് പ്രൊവിഷണൽ ലൈസൻസ് ആണ്. പ്രൊവിഷണൽ ലൈസൻസ് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടാറുണ്ട്. പ്രൊവിഷണൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ തിയറി എക്സാം എഴുതാറുണ്ട്. തിയറി എക്സാം എഴുതുമ്പോൾ നമുക്ക് ആ ടെസ്റ്റിന് സെൻറ്ററിൽ പോയി ടെസ്റ്റ് എഴുതി നമ്മൾ ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാം റോഡിലെ എക്സാമാണ് പാസ്സാകേണ്ടത്. യുകെയിലെ റോഡിൽ എക്സാം പാസ്സാകുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഫസ്റ്റ് ടൈമിലൊക്കെ പാസ്സാകുന്നവർ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം അവർ വളരെ നല്ല രീതിയിൽ ചെക്ക് ചെയ്താണ് അവർ എല്ലാവർക്കും പാസ്സാക്കുകയോ അല്ലെങ്കിൽ ഫെയിൽ ആക്കുകയും ചെയ്യുന്നത്. അന്നേരം അതിൻ്റെ കറക്റ്റായിട്ടുള്ള റീസൺസ് എല്ലാം അവർ മെൻഷൻ ചെയ്യും. ഇപ്പോൾ 6 മാസം തൊട്ട് 1 വർഷം വരെയാണ് പലയിടത്തും ഇപ്പോൾ വെയിറ്റിംഗ് ഉള്ളത്. അന്നേരം യുകെ ഗവൺമെൻറ് ഇപ്പോൾ ഏകദേശം 500-ൽ പരം പുതിയ എക്സാമിനേഴ്സിനെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ആ വെയിറ്റിംഗ് ടൈം കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 21 ആഴ്ച വരെയാണ് മിനിമം വെയിറ്റിംഗ് വരുന്നത്. അത് അവർ 5 ആഴ്ചയിലേക്ക് കുറച്ചു കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പരിഷ്കാരം അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് 3 ദിവസം മുമ്പ് വരെ നമ്മളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാമായിരുന്നു. ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഫുള്ള് റീഫണ്ട് കിട്ടുമായിരുന്നു. കാരണം ഇപ്പോൾ DVLA കൊണ്ടുവരാൻ പോകുന്ന പുതിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 ദിവസം എന്നുള്ളത് 10 ദിവസത്തേക്ക് കൂട്ടാൻ പോവുകയാണ്. 10 ദിവസം മുമ്പ് തന്നെ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടാത്ത രീതിയിലേക്ക് മാറ്റം വരുത്തുകയാണ്. ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇവർ പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളുകൾ ഇങ്ങനെ ബൾക്കായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അവർ ക്യാൻസൽ ചെയ്ത് കൂടുതൽ പൈസയ്ക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് കണ്ടെത്തിയതുകൊണ്ടാണ് അവർ ഈ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഹോളിഡേക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. യുകെയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ ലൈസൻസ് ഇല്ല അല്ലെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് യുകെയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അത് മാത്രം വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കേണ്ടതാണ്. ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യുന്നതിന് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കുന്നതിന് വെറും £5.50 ഉള്ളൂ. ചില പോസ്റ്റ് ഓഫീസുകളിൽ അതുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് അന്നേരം തന്നെ സെറ്റ് ചെയ്ത് തരും. അന്നേരം അങ്ങനെ IDP എടുത്തുകൊണ്ട് മാത്രമേ നാട്ടിലേക്ക് പോകാവുള്ളൂ. നമുക്ക് യുകെയിലെ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ ഡ്രൈവ് ചെയ്യാൻ ഒക്കുകയില്ല. അത് പ്രത്യേകം ഒന്ന് ഓർക്കുക. ഒരുപാട് പേര് വിചാരിച്ചിരിക്കുന്നത് യുകെയിലെ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം മതി ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യാനെന്നാണ്. അങ്ങനെയല്ല. ഇന്ത്യയിൽ പോയി ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. അത് ഓരോ കൺട്രിക്കും പ്രത്യേകമാണ്. പ്രത്യേകം ഒന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.